ഈ സ്വതന്ത്രർ എന്നത് സർവതന്ത്ര അസ്വതന്ത്രരാണ് എന്ന കാര്യത്തിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ഡീലുണ്ട് എന്ന ആരോപണമുണ്ട്. ഇപ്പോൾ SDPIയും ഡീലായോ എന്ന് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ന് ഉയരുന്നുണ്ട്. സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കും എന്നതായിരുന്നു നേരത്തെയുള്ള SDPI നേതൃത്വത്തിന്റെ പ്രഖ്യാപനം. പക്ഷേ പലയിടത്തും സ്ഥാനാർത്ഥികളുണ്ടോ, ഉള്ളവർ പ്രചാരണം നടത്തുന്നുണ്ടോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ആ സംഘടനയുമായി ബന്ധപ്പെട്ട് അവർ തന്നെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. ഈ ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി KM അഷ്റഫിനെ കൊണ്ട് പക്ഷേ പത്രിക ഇന്ന് പിൻവലിപ്പിച്ചു. സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെട്ടാണ്. BJP നേതാവ് K. സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിലെ ഈ പിന്മാറ്റം എന്നത് വളരെ രാഷ്ട്രീയമായി ശ്രദ്ധേയമാണ്. മുസ്ലിം ലീഗ് നേതാവും സിറ്റിംഗ് MLAയുമായ KM അഷ്റഫാണ് UDFന്റെ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി. എൻ്റെ പാർട്ടിയുടെ ജില്ലാ ഉത്തരവാദിത്തത്തിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ബാക്കി നിങ്ങൾ മനസ്സിലാക്കാൻ മതി. ഇനി തിരിച്ചു വരില്ല. ഇനി ഇപ്പൊ ഈ മീറ്റിംഗിലില്ല. ഈ മീറ്റിംഗിലേക്ക് വരില്ല. ഇനി ഉത്തരവാദിത്തങ്ങളൊക്കെ രാജിവെച്ചു. മീറ്റിംഗിലേക്ക് വരില്ല. ഇനി പാർട്ടിയായിട്ട് ബന്ധമില്ല. അല്ല, ഈ ഉത്തരവാദിത്തം രാജിവെച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗിലേക്ക് സാധാരണ പ്രവർത്തനമായി തുടരുമോ? അല്ല, അത് ഞാൻ ആലോചിച്ചിട്ട് പറയാം. SDPIയിൽ രൂപപ്പെട്ടുകൊള്ളുന്ന വലിയ പ്രതിസന്ധിയാണ്. SDPI മത്സരിക്കുമെന്ന് പറഞ്ഞു, പലയിടത്തും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു. പക്ഷേ ഒടുവിൽ പിന്മാറ്റം, അത് സാഹചര്യത്തിൽ എങ്ങനെ എന്നത് നേതൃത്വം വിശദീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുകയാണ്. മഞ്ചേശ്വരത്ത് പ്രത്യേകമായും KM അഷ്റഫിനെ പത്രിക നൽകിക്കുന്നു. പിന്നാലെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ഇപ്പോൾ പിൻവലിക്കുകയാണ്. ഞാൻ പാർട്ടിയുടെ ഭാരവാഹിത്വമാകെ വിടുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥ്യം പിൻവലിച്ചതിന് പിന്നിൽ UDFും മതസംഘടനകളും എന്ന ആരോപണം ഉന്നയിക്കുകയാണ് K. സുരേന്ദ്രൻ. ഇതിനായി VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ ഇടപെട്ടു എന്ന ആരോപണം BJP സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നുണ്ട്. VD സതീശന് നട്ടലിന് പകരം വാഴപ്പിണ്ടി അല്ലെങ്കിൽ SDPI വോട്ടുകൾ വേണ്ടെന്ന് പറയണം എന്നുകൂടി കടത്തി പറയുന്നുമുണ്ട് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ. സതീശന് എന്തെങ്കിലും ഒരു നാണവും മാനവും ഉണ്ടെങ്കിൽ മഞ്ചേശ്വരത്ത് BJP ജയിക്കും, അതുകൊണ്ട് SDPI പിന്തുണ പിൻവലിക്കണമെന്ന് പിൻവാതിലൂടെ പോയി പറയാൻ അദ്ദേഹത്തിന് എങ്ങനെ കഴിഞ്ഞത്? സതീശൻ മുഖ്യമന്ത്രി കുപ്പായിട്ടിരിക്കുന്ന ആളല്ലേ? VD സതീശന് നട്ടലുണ്ടെങ്കിൽ, നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയാനുള്ള ആർജവമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് നേരത്തെ തിണ്ണ നിറങ്ങില്ല എന്ന് പറഞ്ഞു, എല്ലാ തിണ്ണയും നിറങ്ങി. ഇപ്പോൾ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു. അത് പറയാൻ ധൈര്യമുണ്ടോ? മഞ്ചേശ്വരം ഈ ഒരു മണ്ഡലത്തിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ ചോദിക്കുകയാണ്. ഡീലാരോപണം ഉയർന്ന മറ്റൊരു മണ്ഡലമാണ്. ത്രികോണ പോരാട്ടം കൊണ്ട് എപ്പോഴും ശ്രദ്ധേയമാകുന്ന മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ പാലക്കാട്ടും ഡീലാരോപണം അത് സജീവമാവുകയാണ്. തൻ്റെ ഡീൽ ജനങ്ങളുമായി എന്നൊരു പ്രതികരണം ഈ ആരോപണങ്ങൾക്ക് പിന്നാലെ LDF സ്ഥാനാർത്ഥി NMR റസാഖിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. VD സതീശനാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നായിരുന്നു BJP NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പൗരബോധമുള്ളവർക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുമെന്ന പ്രതികരണം UDF സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന്, രമേശ് പിഷാരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇപ്പോൾ പ്രത്യാരോപണങ്ങളാണ്. കളത്തിലേക്ക് സ്ഥാനാർത്ഥികളും ആരോപണങ്ങളുമായും പ്രതികരണങ്ങളുമായി ഈ ഡീൽ ആരോപണത്തിൽ പാലക്കാട്ട് എത്തുകയാണ്. മാതൃഭൂമി ന്യൂസിന്റെ ഇലക്ഷൻ ബസ്സിലായിരുന്നു 3 സ്ഥാനാർത്ഥികളുടെയും ഇന്നത്തെ ഈ പ്രതികരണങ്ങൾ. ഡീലുണ്ട്, ജനങ്ങളുമായിട്ട് ഒരു ഡീലുണ്ട്. ആ ഡീലിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കേരളത്തിൽ ഒരു ഡീല് വെച്ചിട്ടുള്ളത് ശ്രീമാൻ VD സതീശനാണ്. ആ ഡീൽ എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ തിണ്ണ നിരങ്ങുകയാണ് വിജയിക്കാൻ വേണ്ടിയിട്ട്. സാധാരണക്കാരായ വോട്ടർ അല്ലെങ്കിൽ ഒരു പൗരബോധമുള്ള ഒരാൾക്ക് നോക്കിയാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ജനങ്ങളത് കൃത്യമായിട്ട് തീരുമാനമെടുത്തോളുന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവനന്തപുരത്തേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് ത്രികോണ പോരാട്ടം നടക്കുന്ന ഒന്നിലധികം മണ്ഡലങ്ങളുണ്ട്. നമുക്കറിയാം, നേമമുണ്ട്, വട്ടിയൂർക്കാവുണ്ട്, കഴക്കൂട്ടമുണ്ട്, കാട്ടാക്കടയുണ്ട്. അതിനപ്പുറത്തേക്ക് തെക്കൻ കേരളത്തിൽ എണ്ണിയെടുക്കാൻ കഴിയുന്ന ഒരുപക്ഷെ വലിയ ത്രികോണ ഫൈറ്റിലേക്ക് എത്താൻ കഴിയുന്ന മറ്റു മണ്ഡലങ്ങൾ, ചാത്തന്നൂർ അടക്കം കൊല്ലത്തെ ചാത്തന്നൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളും ഒക്കെയുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് വട്ടിയൂർക്കാവാണ്. വട്ടിയൂർക്കാവിൽ BJP CPM ഡീൽ എന്നതാണ് UDF സ്ഥാനാർത്ഥി K. മുരളീധരന്റെ ഇന്നത്തെ ആരോപണം. ചില BJP കൗൺസിലർമാർ LDF സ്ഥാനാർത്ഥി VK പ്രസാദിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് ഇന്ന് UDF ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നത്. BJPക്ക് A ക്ലാസ് മണ്ഡലത്തിന്റെ പ്രവർത്തനം ഇല്ല, അവിടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് എന്ന ആരോപണവും മുരളീധരൻ മുന്നോട്ട് വയ്ക്കുകയാണ്. K. മുരളീധരൻ കണ്ണട മാറ്റണമെന്ന് BJP സ്ഥാനാർത്ഥി R. ശ്രീലേഖ പക്ഷേ തിരിച്ചടിക്കുന്നു. എല്ലാം സജീവം. എന്താണ് ശ്രീലേഖയുടെ ഇന്നത്തെ പ്രതികരണം? ഒരു A ഗ്രേഡ് നിയോജകമണ്ഡലത്തിൻ്റെ അവസ്ഥയാണോ അവിടെ? BJPയുടെ സ്ഥാനാർത്ഥിനെ പലരും അധികം കാണാറുണ്ടോ? ഒരു നിശബ്ദത അവരുടെ ഇടയിലുണ്ട്. 2 BJPയുടെ ചില കൗൺസിലർമാർ പരസ്യമായിട്ടാണ് പ്രശാന്തിന് വോട്ട് ചോദിക്കുന്നത്.
അപ്പോൾ ഇത് ഇവിടെ വളരെ വ്യക്തമാണ്, ഈ ഡീല് വളരെ വ്യക്തമാണ്. വട്ടിയൂർക്കാവ് A+ അല്ല, A+ ആണ്. ഞങ്ങൾക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് A+ ആണ്. അതിൻ്റെ പ്രചാരണം ഇപ്പോൾ കാണില്ലായിരിക്കാം, കാരണം അദ്ദേഹത്തിന് കർണാടക ചിലപ്പോൾ ശരി മാറ്റേണ്ട സമയമായി കാണും. പക്ഷേ വരും അത്, കാരണം നമ്മൾ ഇപ്പോഴേ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തിന് കാണാൻ പറ്റില്ലെങ്കിലും ബാക്കിയുള്ള ജനങ്ങളും നാട്ടുകാരും ഒക്കെ കാണും.